അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അള്ളാഹു താലയുമായിട്ട് എങ്ങനെ ക്ലോസ് ആകാൻ പറ്റും, അള്ളാഹു എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മുടെ അള്ളാഹുവിൻ്റെ ഒരു ക്ലോസ് ആയിട്ട് നിൽക്കാൻ പറ്റും. അതിന് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിൽ വേണ്ടുന്ന ചിന്ത, അതായത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ലോകം എന്നത് താൽക്കാലികം മാത്രമാണ്, സ്വർഗം തന്നെയാണ് സ്ഥിരമായിട്ടുള്ളത്. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഈ ലോകം അള്ളാഹു താല നമുക്കൊരു പരീക്ഷണ വസ്തുവായിട്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള ഒരു ഇടം മാത്രമാണ്. പരലോകത്തേക്കുള്ള ഒരു യാത്രയിലെ ഒരു യാത്രക്കാർ മാത്രമാണ് നമ്മൾ ഈ ദുനിയാവിൽ. അതുകൊണ്ട് തന്നെ ഈ ലോകം താൽക്കാലികമാണ് എന്നുള്ളൊരു ചിന്ത അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത്, അതായത് നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്തൊക്കെ നമുക്ക് അള്ളാഹുവിന് ഓർമ്മ വരും. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വിഷമം വരുന്ന സമയത്തൊക്കെ നമുക്ക് റബ്ബിനെ ഓർമ്മ വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ പ്രയാസങ്ങൾ, ഒറ്റപ്പെടൽ, അതുപോലെ എല്ലാവരും ഉണ്ട് എങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു പോയൊരു പോലുള്ളൊരു ഫീലിങ്, അതുപോലെ എന്തൊക്കെയോ നമുക്ക് നഷ്ടപ്പെടുന്നു, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, അതായത് അള്ളാഹു താല നമുക്ക് തരുന്ന പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിലുണ്ടാകും. ഇതൊക്കെ നേരിടുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് സ്വർഗം എളുപ്പമാക്കാൻ അള്ളാഹു താല തന്നിട്ടുള്ള കുറച്ച് പ്രയാസങ്ങളാണത്. അതൊക്കെ തീരുന്ന സമയത്ത് അതിലൊക്കെ നമ്മൾ ക്ഷമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു താല നമുക്ക് സ്വർഗം തരും. അല്ലെങ്കിൽ അള്ളാഹു താല അവനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അള്ളാഹു താലാനെ ഒരുപാട് ഓർക്കും, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ദുആ ചെയ്യും. ഈ സമയത്തൊക്കെ നമ്മൾ അള്ളാഹു താലാനോട് ക്ലോസ് ആയി പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അള്ളാഹുമായിട്ട് ക്ലോസ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന കുറച്ച് പ്രയാസങ്ങളാണത്. അതിൽ നമ്മൾ ക്ഷമിക്കുക, അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരം ദുആ ചെയ്യുക. നെക്സ്റ്റ് വൺ, തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും പശ്ചാത്തപിക്കുക. അപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നുണ്ടല്ലോ, അതുപോലെ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തൗബ ചെല്ലുക. നമ്മളിപ്പോൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫീലാണെങ്കിൽ പോലും നമ്മൾ തൗബ ചെല്ലുക. ഇത് നമ്മുടെ മനസ്സ് ക്ലിയറാക്കാനും നമ്മളെ അള്ളാഹു താലയിലേക്ക് അടുപ്പിക്കാനും സഹായിക്കും. അതായത് പശ്ചാത്തപിക്കുക. തൗബ മീൻസ് നമ്മളിപ്പോൾ തൗബൻ്റെ ഏടുകളും ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ടാവും, അതുപോലെ ആകണമെന്നില്ല. നമ്മളുടെ ചെയ്തിട്ടുള്ള, നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് അള്ളാഹു താല തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ നന്ദി പറയാത്തവരായി വിസ്മരിച്ച് നടന്നിട്ടുള്ള അവസരങ്ങളെ ഓർത്തിട്ട് നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക. നെക്സ്റ്റ് വണ്ണാണ്, അള്ളാഹു താലാനോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നിരന്തരമായിട്ട് ദുആ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് അള്ളാഹു താലാനോട് ദുആ ചെയ്തിട്ട് നമ്മൾ തുടങ്ങുക. എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യമാണെങ്കിൽ പോലും ഫസ്റ്റ് നമ്മൾ അത് അള്ളാഹു താലാനോട് ചോദിക്കുക. ഇപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടാകും, അല്ലെങ്കിൽ മക്കളുണ്ടാകും, അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാകും, അല്ലെങ്കിൽ ഉപ്പ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ കസിൻസ്, ബ്രദേഴ്സ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും അവരോട് ചോദിക്കുന്നതിന് മുമ്പൊക്കെ നമ്മൾ അള്ളാഹു താലാനോട് എല്ലാ കാര്യവും ചോദിക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ദുആയിലൂടെയാണെങ്കിലും അള്ളാഹുമായിട്ട് ഷെയർ ചെയ്യുക. നമ്മൾ ഷെയർ ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹു താലാക്ക് എല്ലാ കാര്യങ്ങളും അറിയും. പക്ഷെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്നത് വല്ലാത്തൊരു ആത്മാനുഭൂതിയായിരിക്കും. നമ്മൾ അള്ളാഹു താലാനോട് ചോദിച്ചിട്ടാണ് നമ്മൾ ജനങ്ങളോട് ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ചോദിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ മനസ്സ് ഒരുപാട് സന്തോഷം കണ്ടെത്തും. നമുക്ക് ആ കാര്യങ്ങൾ എളുപ്പമാകാനും, അല്ലെങ്കിൽ നമുക്കത് പിന്നീടൊരു ബുദ്ധിമുട്ടായി വരാൻ പോകുന്ന കാര്യമാണെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ തടഞ്ഞു നിർത്താനൊക്കെ നമ്മളെപ്പോഴും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നത് നമ്മളെ ഉപകരിക്കും. എന്തൊരാവശ്യം വന്നാലും അത് അള്ളാഹു താലാനോട് ആദ്യം ചോദിക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി അള്ളാഹ്ക്ക് കൊടുക്കുക. ഇത് നമ്മളെ അള്ളാഹുമായിട്ട് ഏറ്റവും ക്ലോസ് ആക്കുന്ന വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടാകും. ആ സമയത്ത് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നല്ലൊരു ഇൻറ്റൻഷൻ വെക്കുക. ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയണേ, നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയണേ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടാകും.
അങ്ങനത്തെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ രാവിലെ തന്നെ അതിനുള്ള ഇൻറ്റൻഷൻ റെഡിയാക്കുക. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആ ഇൻറ്റൻഷൻ ഇങ്ങനെ ഓർമ്മ വരുന്ന സമയത്ത് അത് വെക്കുക. നമുക്ക് ചിലപ്പോൾ എല്ലാ സമയത്തും ഓർമ്മ വരണം എന്നുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് സുബഹിൻ്റെ ശേഷം നമ്മൾ രാവിലത്തെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവേ നിൻ്റെ തൃപ്തിക്ക് വേണ്ടി, നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, നിൻ്റെ ദീൻ എളുപ്പമാക്കുന്നതിന് വേണ്ടി, എൻ്റെ അമലുകൾ എളുപ്പമാക്കുന്നതിന് വേണ്ടി ചെയ്യാണ് എന്നുള്ള നല്ല രീതിയിലുള്ള നല്ല ഇൻറ്റൻഷൻ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന എന്താണോ നല്ല ഇൻറ്റൻഷൻ അത് നിങ്ങൾ വെക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ പ്രയോഗിക്കുക. അതായത് നമ്മൾ അള്ളാഹു താലയിലേക്ക് നടന്നെടുക്കുകയാണെങ്കിൽ അള്ളാഹു താല നമ്മളിലേക്ക് ഓടി അടുക്കും എന്നാണ് ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അള്ളാഹു താലയിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു താല നമുക്ക് ആ കാര്യങ്ങൾ വിശാലമാക്കി തരികയും അതിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും. അതുപോലെ തന്നെ അള്ളാഹു താല അത്രയും എളുപ്പത്തിൽ നമ്മളിലേക്ക് അടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കഴിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അള്ളാഹു താല എളുപ്പമാക്കി തരും. നമുക്ക് ഈ ഒരു ലോകത്തിലേറെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പരലോകം അള്ളാഹു തരട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം ദുആ ചെയ്യുക. ഈ ലോകവും പരലോകവും ഒക്കെ ഏറ്റവും ബെറ്ററായി തന്നെ അള്ളാഹു താല തരട്ടെ. ഏറ്റവും നല്ല പരലോക ജീവിതം അള്ളാഹു താല നമുക്ക് തരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു ഫോർ വാച്ചിങ്.